നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ചോദ്യ പേപ്പർ ചോർന്നു. എല്ലാ കുട്ടികളും കാത്തിരിക്കുന്ന വീഡിയോ തന്നെയാണിത്. കാരണം ഇത് ഒരുപാട് വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ചോദ്യ പേപ്പർ ചോർച്ച, 10ാം ക്ലാസ്, +1, +2. നമ്മൾ ആ വിഷയത്തിലേക്കല്ല വരുന്നത്. ചോദ്യ പേപ്പർ ചോർന്നു എന്ന് പറയുന്നത് കൃത്യമായും +1 ഫിസിക്സിലെ നമ്മൾ പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസം എല്ലാ ചാപ്റ്ററിലെയും 1-2 ചോദ്യം വെച്ച്, പ്രധാനമായിട്ട് ഒരു 10 ചോദ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഒരു 15 ചോദ്യങ്ങൾ വരെ ആയി കാണുമായിരിക്കും. 99% ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ആ വീഡിയോ ഇട്ടേക്കാം, നിങ്ങൾ നോക്കുക. 99% ചോദ്യങ്ങൾ അതേപോലെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചോദ്യ പേപ്പർ ചോർന്നത് കൊണ്ടല്ല, കൃത്യമായും നമുക്ക് ഇത്രയും വർഷം 22, 23 വർഷമായിട്ട് നമ്മൾ ഇതേ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും കളക്റ്റീവായിട്ടും വളരെ ആക്യുറസി വരുന്ന, ഒരിക്കലും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഓരോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിലും ഓരോ വട്ടത്തെയും വ്യത്യസ്തതയൊക്കെ മനസ്സിലാക്കി ഇടുന്നത് ക്വസ്റ്റ്യനായി ഉണ്ടായിരിക്കാം. ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പോയ കുട്ടികൾക്ക് നമ്മൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അതിൻ്റെ എവിഡൻസ് വിത്ത് എവിഡൻസ് ആണ് ഡിസ്ക്രിപ്ഷനകത്ത് വീഡിയോ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അത് തന്നെയാണ് 90% +1 ചോദിച്ചേക്കുന്നത്. ഇനിയും +2 നിങ്ങൾ എടുത്ത് നോക്കുക, +2 ഫിസിക്സ് എടുത്ത് നോക്കുക, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതാണ് 90% അല്ലെങ്കിൽ 95% ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇൻക്ലൂഡിങ് പ്രോബ്ലംസ് പോലും. അന്നേരം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഫിസിക്സിൻ്റെ വീഡിയോസും ഇനി കെമിസ്ട്രിയുടെ വീഡിയോസും മാത്സിൻ്റെ വീഡിയോസും ഞാൻ കൂടുതൽ ഇതിനെ ഞാൻ വലിയ സംഭവമാണെന്നുള്ളൊരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ചാനലാണ് ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഫിസിക്സ് മാത്രമല്ല, മാത്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും ബോട്ടണി, സുവോളജി എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ടാണ് ഒരു പരസ്യവും ഇല്ലാതെ നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സിൽ എത്തുന്നത്. അതായത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഉറപ്പിക്കാം, പബ്ലിക് എക്സാമിനും +2ൻ്റെയും +1ൻ്റെയും പബ്ലിക് എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസും 1 മാർക്കും എല്ലാം വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള പ്രയോജനമാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്നൊരു അധ്യായം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ സ്കീമെല്ലാം കൃത്യമായിട്ട് നോക്കി, ക്വസ്റ്റ്യൻ മോഡലും എല്ലാം നോക്കി, എല്ലാം വെച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് പുത്തൻ വീഡിയോസ് കിട്ടും. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നിങ്ങൾ +1ൻ്റെയും +2ൻ്റെയും അതേപോലെ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും അതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് കാണണം, വൃത്തിയായിട്ട് പഠിക്കണം, എന്നിട്ട് വേണം പോകാൻ. ഞാൻ 100% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നില്ല, മിനിമം പബ്ലിക് എക്സാമിന് ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാലും 4-5 വർഷമായിട്ടുള്ള സീനിയേഴ്സിനോടും അവർ കാണുന്നവരാണെങ്കിലും അവർ കൃത്യമായിട്ട് പറയും. അന്നേരം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്കിതൊരു അസറ്റ് ആയിരിക്കും ഈ ചാനൽ, ഉള്ള സംശയം വേണ്ട. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്.